الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. صدق الله العظيم. من يصبر يصبره الله، وما أعطي أحد عطاء خيرا ولا أوسع من الصبر. نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ, ശർറുകളൊക്കെയും തട്ടിമാറ്റി ദൂരത്താക്കി തരട്ടെ. രക്ഷാകാരികളായ നല്ല കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ എണ്ണി വരുന്നപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തി. നമുക്ക് രക്ഷകയായിട്ടുണ്ടാകുന്ന ഒരു കർമ്മം, നമ്മൾ പാലിക്കേണ്ട ഒരു സ്വഭാവ രീതിയാണ്, അത് ക്ഷമയാണ്. ക്ഷമ നമ്മളെ രക്ഷപ്പെടുത്തും, ദുനിയാവിലും രക്ഷപ്പെടുത്തും, ആഖിറത്തിലും രക്ഷപ്പെടുത്തും. ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ, ഈമാനിനെ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളാണ് ഈമാനിന് ഉള്ളത്. ഒരു ഭാഗം ക്ഷമയാണ്, മറ്റൊരു ഭാഗം നന്ദി, ശുക്ർ. അതാണ്. അപ്പോ ഈമാനിന്റെ പകുതി ഭാഗം ശുക്റും പകുതി ഭാഗം ക്ഷമയുമാണ്. അപ്പൊ ക്ഷമയും ശുക്റും ഇത് രണ്ടും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ ഈമാൻ പൂർണ്ണമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെത്രത്തോളം കുറവ് വരുന്നുണ്ട്, ക്ഷമയിൽ കുറവ് വരുന്നുണ്ട്, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നിടത്തിൽ കുറവ് വരുന്നുണ്ട്. ആ കുറവിനനുസരിച്ച് അവന്റെ ഈമാൻ കുറഞ്ഞോട്ടും ചുരുങ്ങിക്കൊണ്ടും ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ ക്ഷമിക്കൽ ആവശ്യമായി വരും, ഒരുപാട് ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് ക്ഷമിക്കുക? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ. എങ്ങനെയാണ് അള്ളാന്റെ പരീക്ഷണം നമ്മിലേക്ക് എത്തുന്നത്? ചില മുസീബത്തുകൾ പിടിപെട്ടുകൊണ്ട്, ആപത്തുകൾ വന്നുകൊണ്ട്, ദാരിദ്ര്യം സംഭവിക്കലുകൊണ്ട്, പിടിപെട്ടുകൊണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രോഗം കൊണ്ടുള്ള കഷ്ടപ്പാട്, ആകെ ഇടുക്കം വരിക, ജീവിതത്തിൽ ഇടുക്കം വരിക, ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്ന പിന്നെ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണ വേളകളിലെല്ലാം നമുക്ക് ക്ഷമിക്കേണ്ടതുണ്ട്. മനസ്സ് ഇടുങ്ങിപ്പോകരുത്. എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാനൊരു ദുർവിധിയുടെ ആളായിപ്പോയല്ലോ, എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാടായിപ്പോയല്ലോ, അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്തരം രീതിയിലുള്ള ഒരു മനസ്സിടുക്കം വരാതിരിക്കുക, പൊറുതികേട് കാണിക്കാതിരിക്കുക, അതോടൊപ്പം സമാധാനപ്പെടുകയും അപ്പോഴൊക്കെയും അല്ലാഹുവിന്റെ പരീക്ഷണമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് വിനയത്തോടുകൂടി മുന്നിടുക. പഠിച്ചോനെ, എനിക്കിങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ട്, നീ അത് നീക്കിത്തരണം എന്ന് പറഞ്ഞ് റബ്ബിനോട് വിനയപ്പെടുകയും ചെയ്യുക. നല്ലതാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്, നല്ലതിനാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് വിചാരിക്കണം. അത് വലിയ ക്ഷമയുടെ വലിയൊരു മാർഗമാണ്. ഈ സംഭവിച്ചതൊക്കെ നല്ലതാണ്, എനിക്ക് നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ നന്മക്കുള്ളതാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. മഹാനവർകൾ പറയണ അവൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചറിഞ്ഞോളാം, അല്ലാഹു തആല നിശ്ചയമായി ഓനിക്ക് ഈ വിഷമം ഇറക്കിയിട്ടുണ്ടാകൂല. ഇല്ല വലഹു ഫീ ഖൈറുൻ, അതിൽ ഓനിക്ക് ധാരാളം ഖൈറില്ലാതെ. അപ്പൊ ഒരു ബലാഗ് അള്ളാഹ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ധാരാളം ഖൈറുകൾ അള്ളാഹ് കണ്ടിട്ടുണ്ടാകും എന്ന് അവൻ ഉറപ്പിക്കട്ടെ. എന്തായിരിക്കും അള്ളാഹു കണക്കാക്കിയ ഖൈറുകൾ? മിൻ റഫഇ ദറജ, മിൻ റഫഇ ദറജാത്ത്. ഒരുപക്ഷെ ഇവന്റെ
പാരത്രികമായ പദവിയെ, ഗ്രേഡുകളെ ഉയർത്തിക്കൊടുക്കലായിരിക്കും. അവന്റെ നന്മയുടെ പട്ടികയിൽ വർധനമുണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും. അവൻ ചെയ്ത ചീത്ത പ്രവൃത്തികളെ പൊറുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും ആ വിഷമത്തിന് പോലും പകരം നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണല്ലോ തിരുദൂതർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പാപം പൊറുക്കാനും നമ്മുടെ നന്മ വർദ്ധിക്കാനും നമ്മുടെ ഗ്രേഡ് ഉയരാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നന്മകൾ കണ്ടിട്ടായിരിക്കും അല്ലാഹു തആല ഈ പരീക്ഷണം എനിക്ക് തന്നിട്ടുള്ളത് എന്ന് കരുതണം, എന്ന് ഉറപ്പിക്കണം. എന്താണ് മഹാനവറുകൾക്ക് നല്ലൊരു ഉപദേശം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ ഇല്ലാതെ എപ്പോഴും നമുക്ക് നന്മയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഉപദേശമാണ്. എന്തിനൊക്കെ ക്ഷമിക്കണം? അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ക്ഷമ അത് നമുക്ക് വേണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്ന ഒരു മാസമാണ് റമദാൻ. കുറേ നിസ്കരിക്കാനുണ്ട്, പട്ടിണി കടന്ന് നോമ്പ് നോൽക്കാനുണ്ട്, ധനം ചെലവഴിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് ആ അല്ലാഹു കൽപ്പിച്ച ഇബാദത്താണല്ലോ നമ്മൾ ചെയ്യണം. നോമ്പ് നോൽക്കണം, നിസ്കരിക്കണം, രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് ഖുർആൻ ഓതണം, നിസ്കരിക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് ക്ഷമ കാണിക്കണം. രണ്ടാമത്തത് അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ വിട്ടു നിൽക്കാൻ നമുക്ക് ക്ഷമ കാണിക്കണം. ലഹരിയും മദ്യവും അല്ലാഹു വിലക്കിയതാണ്, അതൊന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് ക്ഷമ വേണം. അതുപോലെ വ്യഭിചാരവും മദ്യപാനവും തുടങ്ങിയിട്ടുള്ളതൊക്കെ അല്ലാഹു വിലക്കിയിട്ടുള്ളതാണ്. ചതിയും വഞ്ചനയും പലിശയും എല്ലാം അല്ലാഹു വിലക്കിയിട്ടുള്ളതാണ്, പാടില്ലെന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനത്തെ പാടില്ലായ്മകൾ പലതും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആനന്ദം നൽകുന്നതാണെങ്കിലും പക്ഷെ അല്ലാഹു വിലക്കിയതാണ് എന്ന് ഓർത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അപ്പോ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യാനും ക്ഷമ, അല്ലാഹു വിലക്കിയത് വെടിയാനും ക്ഷമിക്കണം. അതുപോലെ അല്ലാഹു അനുവദിച്ചതാണെങ്കിൽ പോലും ആവശ്യത്തിലധികം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യഥേഷ്ടം സുഖലോലുമതയിലും അതുപോലെ ആഡംബരത്തിലൊക്കെ കഴിയുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാനും ഒരു ക്ഷമ, നിയന്ത്രണം. ഹലാലിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രണം പാലിക്കാനും നമുക്ക് ക്ഷമ വേണം. ഇങ്ങനെ 3 ഘടകങ്ങളിലാണ് നമ്മുടെ ക്ഷമ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആയത്താണ് അൽ-ബഖറയിലെ 153-ാമത്തെ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്തഈനു, നിങ്ങൾ സഹായമായി കാണണം, ബിസ്സബ്രി, ക്ഷമയെ, വസ്സലാത്ത്, നിസ്കാരത്തെ. നിസ്കാരവും ക്ഷമയെയും നിങ്ങൾ സഹായകമായിട്ട് കാണണം. നിങ്ങളുടെ ജീവിത വിജയത്തിന് സഹായം എന്താ? ക്ഷമിക്കുക, നിസ്കരിക്കുക. നിസ്കരിക്കാനും നമുക്ക് ക്ഷമ വേണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയം അല്ലാഹു ക്ഷമിക്കുന്നവരോടുകൂടെയാണ്, ക്ഷമയുള്ളവരോടുകൂടെയാണ് പഠിച്ചവനുണ്ടാവുക, അവന്റെ സഹായം കിട്ടുക. ഇനി നോക്കൂ, ഒരു ഹദീസ് അല്ലാഹുവിന്റെ സൗന്ദര്യം ഓർമ്മപ്പെടുത്തും. ക്ഷമ പാലിക്കുകയാണെങ്കിൽ ക്ഷമിക്കാൻ ഒരാൾ കരുതിയാൽ അവർ ക്ഷമിക്കാനുള്ള എല്ലാ ചാൻസും കഴിവും ഉത്സാഹവും ഒക്കെ ഉള്ളത്. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, ഞാനൊരു ക്ഷമയുള്ള ആളാവണം എന്ന് വിചാരിച്ചാൽ ആ ക്ഷമിക്കാനുള്ള എല്ലാ കഴിവുകളും അല്ലാഹു തുറന്നു കൊടുക്കും. ഒരാൾക്കും ഒരു സമ്മാനം കിട്ടാനില്ല, ഏറ്റവും നല്ലൊരു സമ്മാനം, ഇത്ര വിശാലതയുള്ള, ഇത്ര വ്യാപ്തി കൂടിയ ഒരു സമ്മാനം വേറെ കിട്ടാനില്ല. ക്ഷമയേക്കാൾ. അപ്പൊ അന്ന് ഒരു മനുഷ്യന് ദുനിയാവ് കൊടുക്കണ വലിയ ഒരു പ്രസന്റേഷൻ ആണ് ക്ഷമ. ആ ക്ഷമ ഒരാൾക്കുണ്ടോ, അള്ളാന്റെ വലിയ ഒരു സമ്മാനം എനിക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു തരുന്ന സമ്മാനമാണ് ക്ഷമിക്കാനുള്ള കഴിവെന്ന് പറയുമ്പോൾ ആ ക്ഷമയെ നമ്മൾ മുറുകെ പിടിക്കണം. അതുമായിട്ടും ഇടപെടുമ്പോഴും നമുക്ക് ക്ഷമയുണ്ടാവണം, പ്രവർത്തിക്കുമ്പോൾ ക്ഷമ ഉണ്ടാവണം, പിന്നെ സാമൂഹിക സേവന രംഗത്ത് ക്ഷമ ഉണ്ടാവണം. അതുപോലെ ഓരോ തസ്തികയിൽ ജോലി ചെയ്യുമ്പോഴും അവിടെ എല്ലാം നമുക്ക് ക്ഷമയുണ്ടാവണം. അല്ലാഹു തആല നമുക്കത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ചെയ്യട്ടെ. നമുക്കുള്ള എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് എഴുതുമാറ്റട്ടെ. പകരം ഖൈറായതെല്ലാം അല്ലാഹു നമുക്ക് നൽകുകയും സമ്പന്നരാക്കുകയും ചെയ്യട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين.